കള്ളൻ കള്ളൻ വരുന്നേ കള്ളൻ. എടാ കോമാല, എടാ അവൻ എങ്ങോട്ട് പോടാ? എടാ അവനെ കാണുന്നില്ലല്ലോ. നിനക്ക് ആളെ പിടികിട്ടിയ? ഇരട്ടത്തായോണ്ടേ മുഖം അത്ര രക്തമായില്ലേ? സംശയിക്കണ്ട, ലവനാ. ഞാൻ പവിത്രൻ. എൻ്റെ പേരുമായിട്ട് എൻ്റെ സ്വഭാവത്തിന് വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ അച്ഛനിട്ട പേരാ പവിത്രൻ. പിന്നെ എൻ്റെ സമൂഹം എൻ്റെ പേരിന് മുമ്പിൽ ഒരു ബഹുമതിയും കൂടെ തന്നിട്ടുണ്ട്, കള്ളം പവിത്രൻ. പത്മനാഭൻ്റെ സിനിമയിലെ കഥാപാത്രമൊന്നും അല്ല കേട്ടോ. എന്നെ ആദ്യം കള്ളാന്ന് വിളിച്ചതേ എൻ്റെ അമ്മേ. മോനെ ചക്കര കുട്ട, ഇടാ അവിടെ കള്ളൻ ചിരി നോക്കി. കള്ളൻ ഇടാ കള്ള, ഇടാ കള്ള തിരുമാലി. പിന്നെ അതെൻ്റെ അച്ഛൻ ഏറ്റെടുത്തു. വളർന്നു വലുതായപ്പോഴോ നാട്ടുകാർ ഏറ്റെടുത്തു. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ജനിച്ചതിൻ്റെ 7ാം നാളിലേ എൻ്റെ ജാതകം നോക്കാൻ വേണ്ടി ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി. ജോത്സ്യം കളവ് പറയാറില്ല, ചോരക ലക്ഷണമാണ് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചോഴകൻ എന്ന് വെച്ചാലേ കള്ളനെന്ന അർത്ഥം. ഇവൻ അമ്മയ്ക്ക് അന്തകനാകും. മനസ്സിലാവുന്നുണ്ടോ? തീർച്ച അനുഭവിക്കാന്നല്ലാതെ എന്താ പറയാ. ഇതാണ് മഹേശ്വർ. കലാകുടുംബത്തിൽ നിന്നും കലയെ അതിലേറെ സ്നേഹിക്കുന്ന, കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച വലിയൊരു കലാകാരൻ. മധു പുനപ്ര എന്ന് പറയുന്ന പ്രശസ്ത കലാകാരന്റെ മകനാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. മഹേശ്വർ, വേദിയെ ഞെട്ടിച്ചോന്ന് കേട്ടു, ശരിയാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളും ചെറുതായിട്ട് കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു, ഞാൻ കണ്ടിരുന്നു മോണാക്ട്. എത്ര ദിവസം എടുത്തു ഇത് പരിശീലിക്കാൻ? കറക്റ്റ് ദിവസം ഇത് കഴിഞ്ഞ വർഷം ഞാൻ മത്സരിച്ചാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം 3 മത്സരം അടുപ്പിച്ച് വന്നപ്പോൾ ഇത് എനിക്ക് സെക്കൻഡ് എ ഗ്രേഡാണ് വന്നത് ജില്ലയിൽ കഴിഞ്ഞ വർഷം. അതുകൊണ്ട് അതൊന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ വർഷം മത്സരിച്ചു. ഇപ്പോൾ സ്റ്റേറ്റിൽ എ ഗ്രേഡായിട്ട് നിൽക്കുന്നു. ഇതാരാണ് ചിട്ടപ്പെടുത്തിയത്? ഇത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഹരിപ്പാട് രവിപ്രസാദ് സാറാണ് എഴുതിയിരിക്കുന്നത്. മഹേശ്വർ, അപ്പോൾ ഒരു കലാകുടുംബമാണ്. അപ്പോൾ എത്ര വയസ്സ് മുതലാണ് ശരിക്കും പാടി തുടങ്ങിയത്? അങ്ങനെയൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. പണ്ട് തൊട്ടേ പ്രോഗ്രാം ഉണ്ട് നമുക്ക്. കൊച്ചിൻ സ്റ്റേജിൻ്റെ എന്ന് പറഞ്ഞ മിമിക്സ് ട്രൂപ്പ് ഉണ്ട്, കുട്ടനാട് കണ്ണക എന്ന നാടൻ പാട്ട് ട്രൂപ്പ്. പണ്ട് തൊട്ടേ നമ്മളങ്ങ് പോവുകയാണ്. അപ്പം അങ്ങനെ ഒന്നുമില്ല, കേട്ട് പഠിക്കും. അങ്ങനെ ഇതൊരു പഠിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കേട്ട് കൈന്നും കൊച്ചിന്റെ ഇങ്ങനെ കൈമാറി വന്നിട്ടില്ല. ഇൻബോൺ കലാകാരൻ അങ്ങനെയൊക്കെ പറയാം. മഹേശ്വർ മോണാക്ടിൽ മാത്രമല്ല കഥാപ്രസംഗത്തിലും മിമിക്രിയിലും നല്ലൊരു മികച്ച കലാകാരൻ കൂടെയാണ്. അപ്പം നമുക്ക് 2 വരി കഥാപ്രസംഗം കൂടെ കേട്ടാലോ? എങ്ങനെ? അങ്ങനെയാണെങ്കിൽ എൻ്റെ 2 കൂട്ടുകാർ, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ 2 കൂട്ടുകാരെ കൂടെ വിളിച്ചോട്ടെ? നമുക്ക് വിളിക്കാം അല്ലേ, 2 പേരെ. അഭിനവ് ആൻഡ് റാം സാഗർ, 2 പേരും കലാകാരന്മാരാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദരണീയരായ ഗുരുജനങ്ങളെ, നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞാൻ കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. കഥ കബനി കരയുന്നില്ല. കേരളത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശമായ തേനരുവി എന്ന മലയോര ഗ്രാമം. ഇപ്പോഴും വൈദ്യുതിയോ ഫോൺ സൗകര്യങ്ങളോ കാര്യമായി കടന്നു വരാത്തൊരു ഗ്രാമം. അകലെ മലകൾ, വനമേഖലകൾ, പ്രകൃതി ഒരുക്കിയ സുന്ദരിയായ ഗ്രാമപാതയിലൂടെ അതാ ഒരു കാളവണ്ടി വരുന്നു. ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന നരച്ച താടിയും മുടിയുമുള്ള മനുഷ്യൻ കാളകളെ നിയന്ത്രിക്കുന്നതോടൊപ്പം ഉറക്കെ പാടുകയാണ്. ആകാശത്താരു വരച്ചു ചുവന്ന നീലവർണ്ണം, മേഘപ്പാളികളാരു ചമച്ചു സന്ധ്യയൊരുക്കിയ വിണ്ണിൽ. ആകാശത്താരു വരച്ചു ചുവന്ന നീലവർണ്ണം, ആ കാളവണ്ടി കുറെ കുടിലുകൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലത്തെത്തി. ഒരാജ്ഞയും കിട്ടാതെ ആ കാളകളും അവിടെ നിന്നു. ആ കുടിലുകൾക്കിടയിൽ നിന്നും, ഒരു മൺചുമറിൽ തീർത്ത കുടിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി നമ്മുടെ കാളവണ്ടിക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. 12 വയസ്സ് നിൽക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി. അവളുടെ എണ്ണ പുറലാത്ത വാർമുടി ഇളങ്കാറ്റിൽ പാറി പറക്കുന്നു. വണ്ടിക്കരികിൽ ചെന്നവൾ പറഞ്ഞു, മൂത്തപ്പ ഇങ്ങ് ഇറങ്ങി വാ. അവൾ കൈകൾ നീട്ടി. ആ കയ്യിൽ പിടിച്ച് അളകപ്പൻ വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. കയ്യിലിരിക്കുന്ന പലഹാരപ്പൊതി അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പേ തട്ടിപ്പറിച്ചുകൊണ്ടൊരു ഒറ്റ ഓട്ടം. അളകപ്പൻ്റെ വിധവയായ മകൾ, മുത്തുലക്ഷ്മിയുടെ ഏക മകളാണ് ആ പെൺകുട്ടി. പേര് കബനി. അങ്ങനെ പോകുന്നതാണ്. ശരിക്കും ഒരു കഥ കണ്ടൊരു ഫീൽ അല്ലേ? നമുക്ക് എന്താണെങ്കിലും ഇവരെയും കൂടെ പരിചയപ്പെടാം. റാം സാഗർ, അഭിനവ്. നമുക്ക് ഈ മിമിക്രി കൂടെ കണ്ടാലോ? ഭയങ്കര ഇഷ്ടമാണ് ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അതുപോലെ പത്മശ്രീ ജയറാം സാറിൻ്റെ വോയിസ്, പഴയകാല വോയിസ്. ബിന്ദു
എന്തൊരു കോലവടിയത്. നമുക്ക് ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, അമ്പിടി കള്ളി പൊണ്ണുപോലെ നോക്കിയതാണ്. അതേപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇവിടെ വേദിയിൽ കലോത്സവ വേദിയിൽ വന്നാൽ എന്തായിരിക്കും പറയുന്നത് നോക്കാം. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതിനുശേഷം കലോത്സവ വേദിയിലെത്തിയ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരിക്കും ഒരു ഇൻബോൺ കലാകാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മഹേശ്വർ. കലാകുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള മഹേശ്വർ ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്തട്ടെ, വലിയൊരു കലാകാരനായി മാറട്ടെ. ക്യാമറാമാൻ പ്രകാശിനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്. കലോത്സവ വേദിയിലെത്തിയ എല്ലാവർക്കും